ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിലാസിനി കുമാർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമായ ആയുർവേദ ലൈഫ് കെയർ എന്ന സ്ഥാപനത്തെക്കുറിച്ചും അതിലൂടെ നൽകി വരുന്ന സേവനത്തെക്കുറിച്ചും സംസാരിക്കാനാണ്. ഇത് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിലൂടെ പ്രധാനമായും ഞങ്ങൾ ജീവിതശൈലി രോഗ നിവാരണവുമായി ആണ് ചികിത്സാ രീതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയാണ്. ഈ ഒരു പ്രിൻസിപ്പിളിനെ, ഈ തത്വത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ ഈ ജീവിതശൈലി രോഗങ്ങളെ കണ്ടെത്തുന്നതിനും അതിന് നിവാരണം ചെയ്യുന്നതിനുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഏത് രോഗിയാണ്, എന്ത് രോഗം കൊണ്ടാണ് അവര് പ്രയാസപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ആ രോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അവബോധം, അതായത് ബോധവൽക്കരണം നൽകുക, ഒരു ട്രെയിനിങ് തന്നെയാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി അവരുടെ ഭക്ഷണ രീതിയെ കുറിച്ച് മനസ്സിലാക്കുകയും ഒരു പേഴ്സണലൈസ്ഡ് ഭക്ഷണ രീതി അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അത് എങ്ങനെയൊക്കെയാണ് ആ ഡയറ്റ് വീടുകളിൽ ചെന്നെത്തിയാൽ ചെയ്യേണ്ടത് എന്നുള്ള ഡെമോൺസ്ട്രേഷൻ നമ്മുടെ സെന്ററിൽ തന്നെ അങ്ങനെ പല രീതിയിലുള്ള റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കി അവർക്ക് കാണിച്ചു കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സംശയം നിവൃത്തി വരുത്തിയതിന് ശേഷമേ നമ്മൾ അവർ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയുള്ളൂ. മൂന്നാമതായി വ്യായാമമാണ്. അതായത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അവരുടെ രോഗ അവസ്ഥയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് തരത്തിലുള്ള ഒരു വ്യായാമ മുറയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു വ്യായാമം നമ്മൾ ചിട്ടപ്പെടുത്തി അവർക്ക് അത് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്താണ് അവർ വീട്ടിലേക്ക് അയക്കുന്നത്. നാലാമതായി, ഇന്ന് ആരെ നോക്കിയാലും, ചെറിയ കുട്ടികളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്കെല്ലാം മാനസികമായി ഒരുപാട് സംഘർഷം നിലനിൽക്കുന്ന കാലഘട്ടമാണിത്. ആ മാനസിക സംഘർഷത്തെ മനസ്സിലാക്കുവാനും അതിലൂടെ കൗൺസിലിംഗ് എന്ന കാര്യത്തിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആ മാനസിക പിരിമുറുക്കത്തെ വളരെ ലാഘവത്തിലൂടെ നമുക്ക് കടന്നു പോകാനും അത് കുറയ്ക്കാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നു. അങ്ങനെ ഈ പറയുന്ന 4-5 കാര്യത്തിലൂടെ റിലാക്സേഷൻ ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട്, അതായത് യോഗ, പ്രാണായാമ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്നീ ഫുൾ റിലാക്സേഷൻ, ബോഡി റിലാക്സേഷൻ ടെക്നിക്ക്, അങ്ങനെയുള്ള പല രീതിയിലുള്ള റിലാക്സേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ഈ ജീവിതശൈലി രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കുന്നു.